സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ തൃപ്തിപ്പെടുന്ന പരിശുദ്ധമായ തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ സുമ്രത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസക്തമായ ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അതായത് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെടുമെന്ന് മനുഷ്യർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും അവർക്ക് മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. കള്ളം പറയുന്നവരെയും അള്ളാഹുവിന് അറിയാം. സൂറത്ത് അൻകബൂത്തിലെ ഈ സൂക്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വർത്തമാനകാല സാഹചര്യങ്ങളെ നമുക്ക് വിലയിരുത്തുവാൻ കഴിയേണ്ടതുണ്ട്. സ്വയം ദീൻ പ്രഖ്യാപിച്ച് നടത്തുന്നവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടാതെ അതിനെ ക്ഷമ കൊണ്ടും സുന്ദരമായ ജിഹാദ് കൊണ്ടും അതിജീവിക്കാതെ സ്വർഗത്തിലെത്താമെന്ന് ആർക്കും വ്യാമോഹം വേണ്ട. സൂറത്തുൽ ബഖറയിൽ ഇതിന്റെ തഫ്സീറായി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന. ആത്മാർത്ഥമായി ചോദിക്കുകയാണ് സ്വർഗത്തെ. ഈ റമദാനിൽ കൂടുതൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ചോദ്യം ഇതാണ്, നമ്മോട് സ്വർഗം ചോദിക്കുന്ന ആളുകളോടുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم. സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയവരുടെ അവസ്ഥാവിശേഷം ഒന്നും നിങ്ങൾക്ക് വരാതെ പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ സ്പർശിച്ചു. എത്രത്തോളം എന്നാൽ അവർ വിറപ്പിക്കപ്പെട്ടു. റസൂലും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലും അദ്ദേഹത്തോടൊപ്പമുള്ള ഈമാനുള്ള ആളുകളും വിശ്വാസികളും പറഞ്ഞുപോയി, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന്. ഈ ഒരവസ്ഥാവിശേഷം നിങ്ങൾക്കും വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാമെന്ന് ആഗ്രഹമുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയണം. നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യമല്ലേ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിൽ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാം. സുന്ദരമായ ഈ ദുആയിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നബിമാർ, സിദ്ദീഖ്, ശുഹദാ, സാലിഹുകൾ, അവരുടെ വഴി, അവരുടെ ജീവിതം, അവർ നേരിട്ട പരീക്ഷണങ്ങളെ അവർ അതിജീവിച്ച വഴികൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കൃത്യമായ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ഇതെല്ലാം നമ്മുടെ ജീവിതമായി തീരുമ്പോഴാണ് ആ ദുആ അർത്ഥപൂർണമായി തീരുന്നത്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എപ്പോഴാണ് പരിപൂർണമാകുന്നത്? ഇത് നമ്മുടെ ജീവിതമായി തീരുമ്പോൾ. അവർ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്, കഠിനമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്കെതിരെ കുപ്രചരണം നടത്തപ്പെട്ടിട്ടുണ്ട്, പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? വല്ല അക്രമത്തിന്റെയും പേരിലാണോ? വല്ല ഭീകരവാദത്തിന്റെയും പേരിലാണോ? വല്ല വിധ്വംസന പ്രവർത്തനത്തിന്റെ പേരിലുമാണോ? അല്ലാഹുവിനെ പറഞ്ഞതിന്റെ പേരിൽ, മഹാനായ റബ്ബിനെ പറഞ്ഞതിന്റെ പേരിൽ, സ്വർഗത്തിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ, കത്തിയാളുന്ന തീയിൽ നിന്ന് രക്ഷിക്കാൻ പോയതിന്റെ പേരിൽ. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. സുത്യർഹനായ പടച്ച തമ്പുരാൻ, സുദിക്രഹനായ അല്ലാഹു, അവന്റെ പേരിൽ, അവരിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ പീഡകളൊക്കെ അവർക്ക് സഹിക്കേണ്ടി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഊദൂ ഫീ സബീലി, എന്റെ വഴിയിൽ അവര് പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് അവർക്കിതൊക്കെ നേരിടേണ്ടി വന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ബദറിൽ 5000-ഓളം മലക്കുകളെ ഇറക്കി സഹായിച്ച പടച്ച തമ്പുരാന് ഈ നബിമാർക്കൊക്കെ സെക്യൂരിറ്റി ആയിട്ട് ഒരു 2 മലക്കുകളെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അല്ലേ എന്ന് ചിന്തിച്ചു പോയിട്ടില്ലേ? എന്നാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധികളൊക്കെ നൽകുന്നത് ഈമാൻ വളർത്തുന്നതിന് വേണ്ടിയാണ്. പ്രതിസന്ധികളോട് മല്ലിടുമ്പോഴാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, പ്രശ്നങ്ങളോട് മല്ലിടുന്ന രീതിയിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ അതിനെ അതിജയിക്കാൻ തുടങ്ങുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ഈമാൻ യഖീനായി മാറും. ഈമാനിന്റെ സുഗന്ധം അത് പ്രസരിക്കുന്നത് പ്രതിസന്ധിയിലൂടെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു വാക്ക് ശ്രദ്ധിച്ചാൽ മതി. നബിമാർക്ക് സെക്യൂരിറ്റികളായിട്ട് മലക്കുകളെ നിയോഗിക്കുന്നതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തത് എന്താണെന്നറിയാമോ? وكذلك جعلنا لكل نبي عدوا. الله أكبر بحكمته. وكذلك جعلنا لكل نبي عدوا من المجرمين. കുറ്റവാളികളിൽ നിന്നുള്ള ശത്രുക്കളെ നാം അപ്രകാരം തന്നെ എല്ലാ നബിമാർക്കും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ്. പരിശോധിച്ചു നോക്കുക. ചരിത്രമെടുത്ത് ഖുർആൻ പറഞ്ഞ ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഒരു നമ്രൂദ് ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഒരു ഫിറഔൻ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ അബൂജഹലുകൾ ഉണ്ടാകും. وكذلك جعلنا لكل نبي عدوا من المجرمين. കുറ്റവാളികളിൽപ്പെട്ട ശത്രുക്കളെ എല്ലാ നബിമാർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രഗിളിങ്ങിലൂടെയാണ് വളരുന്നത്, ഈമാൻ യഖീനായി മാറുന്നത്. ഇതാണ് അല്ലാഹുവിന്റെ ഹിക്മത്ത്. ഇനി നമുക്ക് നമ്മളിലേക്ക് വരാം. എന്താണ് നമ്മുടെ വാദം? അല്ലാഹു അക്ബർ. എന്താണ് നമ്മുടെ വാദം? അല്ലാഹു അക്ബർ, അല്ലാഹു അത്യുന്നതനാണ്, എനിക്ക് ഏറ്റവും വലുത് എന്റെ റബ്ബാണ് എന്നാണ് നമ്മുടെ വാദം. എന്താണ് നാം വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വഴിപ്പെടാൻ അർഹൻ വേറെ ആരുമില്ല.
എന്താണ് നമ്മുടെ വാദം? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ. എന്റെ മുഖത്തെ ഞാൻ ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവന്റെ നേരെ തിരിച്ചിരിക്കുകയാണ്. എങ്ങനെ തിരിച്ചു? അതിനൊരു ക്വാളിറ്റി ഉണ്ട്, ഹനീഫൻ, മറ്റൊന്നും സ്വീകരിക്കാതെ മുസ്ലിമൻ, പരിപൂർണമായി സന്തോഷത്തോടുകൂടി എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാനിത് പ്രഖ്യാപിക്കുന്നത്. ഇതൊരു വാദമാണ്. ഈ വാദം സത്യമാണെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. അല്ലാഹു പറഞ്ഞത് എന്താ? നേരത്തെ സൂറത്ത് റൂമിന്റെ തുടക്കത്തിൽ ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു, ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു, സത്യം പറയുന്നവരെ അല്ലാഹുവിന് അറിയാം. വലയഅലമന്നൽ കാദിബീൻ വലയഅലമന്നൽ മുനാഫിഖീൻ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. മുനാഫിഖീങ്ങളെ തീർച്ചയായും അല്ലാഹുവിന് അറിയാം. ആരാണ് കപടവിശ്വാസികൾ? വെറുതെ വാദിച്ചുകൊണ്ടിരിക്കുന്നവരാരാണെന്ന് അല്ലാഹുവിന് അറിയാം. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും അല്ലാഹുക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ആ വാദം സത്യമാണെന്ന് തെളിയിക്കണം. ഈ ഹനീഫൻ മുസ്ലിമൻ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ വിലയിരുത്തിയ വിലയിരുത്തൽ ഇതാണ്: ബ്രൂട്ടൽ ഡെത്ത് ഓഫ് ഡെമോക്രസി. അതാണ് തെരഞ്ഞെടുപ്പിന് സംഭവിച്ചിരിക്കുന്നത്. ചില പുഷ്പങ്ങൾ തഴച്ചു വളരണമെങ്കിൽ ദുർഗന്ധമുള്ള ചളി ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യം എത്രത്തോളം ആ ചളിയിൽ ആണ്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആരും നിരാശപ്പെടേണ്ടതില്ല, ചകിതരാകേണ്ടതില്ല, ഭീരുക്കളാകേണ്ടതില്ല. ഏത് സാഹചര്യത്തിലും എക്കാലത്തും വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ആർക്കാണ്? അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഇസ്സത്ത്, മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്ത്. അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഇസ്സത്ത് ആർക്കാണ്? മുഅ്മിനീങ്ങൾ. ഇസ്സത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്, സുന്ദരമായ ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. വളരെ കൃത്യമായി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. അതിന്റെ സുന്ദരമായ പ്രസാരണം അത് ലോകത്തേക്ക് അവർ വിതറിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ ഇസ്സത്തോടെ ജീവിക്കുന്നു. ഇസ്സത്ത് മരിക്കുകയാണെങ്കിൽ ഇസ്സത്തോടെ മരിക്കുകയും ചെയ്യും. എനിക്ക് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇതാണ്: ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഖൈറാണോ ഷർറാണോ? ഇപ്പോൾ സംഭവിച്ച ഈ അവസ്ഥാവിശേഷം, ഉരുണ്ടുകൂടിയിരിക്കുന്ന സംജാതമായിരിക്കുന്ന ഈ അവസ്ഥാവിശേഷം നമുക്ക് ഖൈറാണോ നമുക്ക് ഷർറാണോ? പറയാൻ പറ്റുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വഅസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും. ഒരുപാട് ദുആ ചെയ്തു, ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചു പോയി അല്ലേ? പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അതിന് പ്രതിവിധിയുണ്ട്, അതിന് പരിഹാരമുണ്ട്. അല്ലാഹു പറഞ്ഞത് വഅസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നന്മയായേക്കാം. വഅസാ അൻ തുഹിബ്ബു, വേറെ ചില ആളുകൾ അധികാരത്തിലേറണമെന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൻ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഷർറായേക്കാമെന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം: വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനറിയാൻ നിങ്ങൾക്കറിയില്ല. ഇത് നമ്മൾ പറയണം കേട്ടോ. പറഞ്ഞ ഒരു പ്രാവശ്യമെങ്കിലും ബർക്കത്തിന് വേണ്ടി പറഞ്ഞോ, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ഇത് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്റെ പത്നിയെ സംബന്ധിച്ച് ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു കുപ്രചരണം നടന്നു. ആ സംഭവത്തെ പോലും റസൂലുള്ളാഹിക്ക് വല്ലാതെ വേദനയുണ്ടാക്കിയ സംഭവമാണ്. വിശ്വാസികൾക്ക് അസഹനീയമായ സംഭവമായിരുന്നു അത്.
ശത്രുക്കൾ പരിഹസിച്ചു നടന്നു. ആ സംഭവത്തെപ്പോലും ഓരോ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും ബിഅൻഫുസിഹിം ഖൈറാ, അള്ളാന്റെ തീരുമാനമല്ലേ, അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല, അത് ഖൈറാണെന്ന് എന്തുകൊണ്ട് വിചാരിച്ചില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഖൈറാക്കി മാറ്റുമാറാകട്ടെ. ഒരു സുഹൃത്ത് ഇന്നലെ വൈകുന്നേരം പറയുകയുണ്ടായി, അദ്ദേഹത്തോട് വേറൊരു സുഹൃത്ത് പറഞ്ഞതാണ്, എല്ലാവരും എല്ലാ ദിക്കിൽ നിന്നും ദുആ ചെയ്തു, ഒരു ദുആയും ഫലിച്ചില്ല. ഇനി നമുക്ക് അയാളുടെ ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ്. ഇതൊരു നിരാശയുടെ വാക്കുകളാണ്. ആര് പറഞ്ഞു നിങ്ങളോട് ദുആ ഫലിച്ചില്ല എന്ന്? ഒരു മുഅ്മിനിന്റെ ദുആ വെറുതെയാകുമോ? അദ്ദുആ ഹുവൽ ഇബാദ, വെറുതെ ദുആ ചെയ്യുന്നത് ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ ചോദിച്ചത് നൽകും. ദുആ നഷ്ടമാണോ അല്ലേ എന്ന് നമ്മൾ വിലയിരുത്തണം, നമ്മൾ പഠിക്കണം. ദുആ ഒരിക്കലും വെറുതെയാവില്ല. ഒന്നുകിൽ ചോദിച്ചത് നൽകും, അല്ലെങ്കിൽ അതിന് പകരം ആഖിറത്തിൽ നൽകും. വലിയ ഇബാദത്തായി അനുഭവിക്കാൻ കഴിയുന്ന മഹത്തായ അനുഗ്രഹമായി അവന്റെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടും. ആ ദുആ ഉദ്ഊനി അസ്തജിബ് ലക്കും, അല്ലേ? അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിന്റെ കഴിവും അളമത്തും കിബിരിയാവും ഒക്കെ മനസ്സിലാക്കി അവൻ ദുആ ചെയ്യുകയാണ്. അവന്റെ ഈമാൻ വർദ്ധിച്ചു, അവന്റെ യഖീൻ വർദ്ധിച്ചു, അവന്റെ അകത്ത് തവക്കുലുണ്ടായി. തീർച്ചയായും അതൊക്കെ അവൻ അനുഭവിക്കാൻ കഴിയുന്ന വലിയ സമ്പത്താണ്. മൂന്നാമതായി പറഞ്ഞത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഇതിന് തുല്യമായി വല്ല ഐഹിക ലോകത്ത് സംഭവിക്കാവുന്ന വലിയ ഏതെങ്കിലും ആപത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്നു. അപ്പോ ഒരിക്കലും ഒരാളുടെയും ദുആ വെറുതെയാകുന്നില്ല. ഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ഇഹ്സാനോട് കൂടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാഴാക്കി കളയുകയില്ല. നിരാശരാവേണ്ടതില്ല. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, സത്യനിഷേധികളാണ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശരായി പോകുന്നത്. നമുക്ക് പ്രത്യാശയുണ്ടാവണം. ഈ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഫിറഔൻ ജനങ്ങളെ അടിച്ചമർത്തി എത്ര വർഷം, നൂറുകണക്കിന് വർഷം ജനങ്ങളെ അധികൃതരാക്കി മാറ്റി, കഠിനമായി പീഡിപ്പിച്ചു, ജനങ്ങൾക്കിടയിൽ തട്ടുകളുണ്ടാക്കി. എത്ര കാലം ജീവിച്ചു? എന്നിട്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്താ? കെയ്റോ മ്യൂസിയത്തിൽ ഒരേ കിടപ്പാണ്. 3500 വർഷങ്ങളായി അദ്ദേഹം ഒരേപോലെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ഈ വിളയാടും? ഒരാൾ ജീവിച്ചാൽ പരമാവധി എത്ര ജീവിക്കും? ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിൽ ഒരു 100 കൊല്ലം. ഈ 100 കൊല്ലം പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? അല്ലാഹു അതിന്റെ ചിത്രങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ നൽകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും നൊമ്പരങ്ങളും എല്ലാം എത്ര നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. പരസ്പരം സംസാരിക്കുകയാണ് പരലോകത്ത് വന്നിട്ട്. എത്രയാ നമ്മള് ഈ ലോകത്ത് എത്ര കാലം താമസിച്ചു എന്ന് പരസ്പരം അവർ ചർച്ച ചെയ്യുമ്പോൾ ഒരു ദിവസം അല്ലെ, അല്ലെങ്കിൽ അര ദിവസം, ഇങ്ങനെയാണ് അവർക്കുണ്ടാകുന്നത്. ആ പ്രതീതിയാണ് അവർക്കുണ്ടാകുന്നത്. ഇത്രയുള്ള ലോകം, ഇത്രയുള്ളൂ ഈ ലോകം. നിരാശപ്പെടേണ്ടതില്ല. വൽആഖിബതു ലിൽമുത്തഖീൻ, നോയമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട തഖ്വയില്ല. ആ തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നല്ല പര്യവസാനം അത് മുത്തഖീങ്ങൾക്ക് മാത്രമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വാർത്ഥ അറിയിക്കുകയാണ്. നമുക്കറിയില്ലേ, സ്വേച്ഛാധിപതിയായ ഫിറഔൻ വളരെ ഭീകരമായി ആക്രോശിച്ചു. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിരിൽ മത്സരിക്കാൻ വേണ്ടി വന്ന സാഹിറുകൾ, ജാലവിദ്യക്കാർ ഫിറഔനിന്റെ ആൾക്കാരായി അഭിമാനത്തോടു കൂടി അവർ മത്സരം തുടങ്ങുകയാണ്.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അവർക്ക് ബോധ്യപ്പെട്ട സമയത്ത് فألقي السحرة سجدا ساجدين സാഹിരികൾ സുജൂദ് ചെയ്തു. قالوا آمنا برب موسى وهارون മൂസയുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ധീരമായി അവർ പ്രഖ്യാപിച്ചു. ഫിറഔൻ എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ കൈകാലുകൾ ഞാൻ ലഉഖത്തിഅന്ന അർജുലകും ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് ഔ ലഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖ്. നിങ്ങളുടെ കൈകാലുകൾ വിലങ്ങനച്ചേരിക്കും, അല്ലെങ്കിൽ ഈത്തപ്പനത്തടിയിൽ നിങ്ങളെ തൂക്കിയിടും, നിങ്ങളെ കുരിശിലേറ്റും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഫിറഔനാണ് ഭീഷണിപ്പെടുത്തുന്നത് സാധാരണ ആൾക്കാരെ. അവർക്ക് ഈമാൻ അവരുടെ ഹൃദയത്തിൽ ചെന്ന് പതിച്ചപ്പോൾ അവർക്കുണ്ടായ സ്ഥൈര്യം, അവർക്കുണ്ടായ ധൈര്യം, സുബ്ഹാനല്ലാഹ്. എന്താ പറഞ്ഞതെന്നറിയാമോ ഫിറഔനോട്? ഫഖ്ദി മാ അൻത ഖാം. എന്താ പറഞ്ഞത്? ഫഖ്ദി മാ അൻത ഖാം ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ. വിധിക്കാനുള്ളതെല്ലാം വിധിച്ചു, ഇനിയും വരട്ടെ. ഫഖ്ദി മാ അൻത ഖാം ഇന്നമാ തഖ്ദി. നിനക്ക് ഈ തീരുമാനിക്കാൻ പറ്റുന്നത് ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ഈ ഐഹിക ലോകത്താണ്. എത്ര കാലം ജീവിക്കും? സുബ്ഹാനല്ലാഹ്. ഇസ്സത്തോടുകൂടി അവർ തല ഉയർത്തി നിന്നു. അവർ ഇസ്സത്തോടുകൂടി മരണത്തെ പുൽകിയവര്. അവർക്ക് ഒന്നും നഷ്ടമായിട്ടില്ല. ഇസ്സത്തോടുകൂടി ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ കേട്ടില്ലേ, ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ പേരിൽ നിലകൊണ്ട ആ യുവാക്കളെ അനുസ്മരിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലൂടെ. അല്ലാഹു പറഞ്ഞു തരുന്നു, ഖിയാമത്ത് നാൾ വരെ അവരുടെ നാമങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുക തന്നെ ചെയ്യും, സ്മരിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പരീക്ഷണങ്ങളിൽ ഊട്ടപ്പെട്ടതാണ് ഈ സമുദായത്തിന്റെ സ്റ്റോറി മൊത്തം. നമ്മൾ ചോദിക്കുന്നില്ലേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ എന്താ? സെക്യൂരിറ്റി ആയിട്ട് മലക്കളെ വേണമെന്നാണ്. ഇവിടെ കുറച്ച് വലിയ കുഴപ്പമാണ് നമ്മുടെ രാജ്യത്ത്. നമുക്ക് കുറെ മലക്കളെ ചേർന്നെന്നാണോ? ഇതാണ് നമ്മൾ ചോദിക്കുന്ന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമുക്ക് ബോധ്യപ്പെടണം, അല്ലേ? നമുക്ക് ബോധ്യപ്പെടണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം തന്നെ അപകടത്തിലായിരുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പിന്നീട് ഇസ്രായേലിനെ നയിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, സാലിഹ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, ഈസാ നബിയുടെ ചരിത്രം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ ഹോമിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാം. ഫമാ വഹനു ലിമാ അസാബഹും ഫീ സബീലില്ലാഹി വമാ ضعفوا വമാ ഇസ്തകാനു. അവര് ബലഹീനരായിപ്പോയില്ല ഈ പരീക്ഷണം കണ്ടിട്ട്. ഈ ശത്രുക്കൾ, എനിക്കെതിരെ ശത്രുക്കളെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് നിരാശരായിപ്പോയിട്ടില്ല. നേരിട്ട യാതൊന്നുകൊണ്ടും അവര് തളർന്നില്ല. അവര് ദൗർബല്യം കാണിച്ചില്ല, ബലഹീനത കാണിച്ചില്ല. എന്നാൽ ഒതുക്കിക്കൊടുത്തോ? പേടിച്ചിട്ട് ഫിറഔനാണ് മിണ്ടാതിരിക്കുകയാണ്. എന്നാ പറഞ്ഞത്. അത് മറ്റൊരു രാജാവെന്നല്ല പറയുന്നത്, സ്വേച്ഛാധിപതിയൊന്നല്ല പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ, ഫിറഔന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി വന്ന പിണിയാളുകളായി വന്ന ആളുകൾ, അവരാണ് പറയുന്നത് അതാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമാ ضعفوا വമാ ഇസ്തകാനു. അവരൊന്ന് ഒതുങ്ങിക്കൊടുത്തതുമില്ല. ലതുബ്ലവുന്ന ഫീ അംവാലിക്കും. എന്നിട്ട് നമ്മളോട് പറയാണ്, എന്താ നമ്മൾ ചോദിക്കുന്നത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അവരുടെ വഴി ഞങ്ങൾ ആഗ്രഹമെന്നാണ് ചോദിക്കുന്നത്. അവരുടെ ചരിത്രം ഇതാണ്. അതൊക്കെ താങ്ങാൻ കഴിയുമോ? നമ്മുടെ ഈമാൻ ചൂടാവേണ്ടതുണ്ട്. വലതുബ്ലവുന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും. അല്ലാഹു നമ്മളോട് പറയാണ് കേട്ടോ,
നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ പരീക്ഷണമുണ്ടാകും. وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. എന്താ കേൾക്കുന്നതെന്നറിയാമോ? അദൻ കസീറ, ഒരുപാട് ഉപദ്രവ വാക്കുകൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെടും, അധിക്ഷേപിക്കപ്പെടും, ഭീകരവാദികളെന്ന് മുദ്ര കുത്തപ്പെടും, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആലോചനകൾ നടത്തും. അല്ലേ? ഒന്നും പേടിക്കാനില്ല. وقال الذين كفروا لرسلهم لنخرجنهم من أرضنا أو لتعودن في ملتنا. ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ്. സത്യനിഷേധികൾ അവരുടെ മുർസലുകളോട് പറഞ്ഞത്, വീമ്പിളക്കിയത് എന്താണെന്നറിയാമോ? ലനുഖ്രിജന്നകും മിൻ അർദിന, ഇവിടുന്ന് ഞങ്ങൾ പുറത്താക്കും നാട്ടിൽ നിന്ന്. ഈ നാട്ടിൽ നിങ്ങൾക്ക് അവകാശമില്ല. ലനുഖ്രിജന്നകും മിൻ അർദിന ഔ ലതഊദുന്ന ഫീ മില്ലതിന, അല്ലെങ്കിൽ ഗർവാപ്പസി. രണ്ടാലൊന്ന്, ഒന്നുകിൽ പുറത്തു പോകണം, അല്ലെങ്കിൽ ഗർവാപ്പസി. أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم. അക്രമികളെ നാം നശിപ്പിക്കും. അല്ലാഹു വഹി അറിയിച്ചു. അവർക്ക് ശേഷം ഈ ഭൂമിയിൽ നിങ്ങളെ അവൻ പാർപ്പിക്കും. ഇത് ആർക്കാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയാന്നറിയാമോ? ഈ സൗഭാഗ്യം എന്റെ മഖാമിനെ പേടിച്ച ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ താക്കീത്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ജന്നത്താൻ, ഇവിടെയും സ്വർഗം അവിടെയും സ്വർഗം. സ്വർഗമാണ് അവരുടെ വാസസ്ഥലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും ഒരുപാട് കുത്തുവാക്കുകൾ നിങ്ങൾ കേൾക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹു പറഞ്ഞതാണ്, വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത് കേൾക്കുമ്പോ സാധാരണ പെട്ടെന്ന് ചൂടാവും, പ്രകോപനമുണ്ടാക്കും. അതാണ് റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ ചെയ്തത്, എല്ലാ നബിമാരുടെയും കാലത്ത്. അന്ന് ഇളക്കി വിട്ട് പ്രതികരിപ്പിക്കുകയാണ് അവര്. പ്രതികരിക്കുന്ന ഒരു സമൂഹം, അതായത് തിന്മയെ തിന്മ കൊണ്ട് പ്രതികരിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ വളർച്ച അതിലൂടെയാണ്. എല്ലാ ഫാസിസവും വളരുന്നത് അങ്ങനെയാണ്. തിന്മയിൽ പ്രതികരിച്ചു കിട്ടുന്ന ഒരുപാട് ആളുകളെ ഇവിടെ സൃഷ്ടിക്കണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു പറഞ്ഞു, വൈൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, ലഅല്ലക്കും തത്തഖൂനല്ലേ പറഞ്ഞത്. വഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അത് ദൃഢനിശ്ചയം ചെയ്യേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഏതവസരത്തിലും മുഅ്മിനീങ്ങളുടെ നയം അതാണ്. ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും നമ്മുടെ നയം ഇത് തന്നെയാണ്. വൈൻ തസ്ബിറു വതത്തഖൂ, ഇങ്ങനെയാണെങ്കിൽ വഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ തീരുമാനം അതെന്താണെങ്കിലും അള്ളാഹുവിന്റെ ഖദാഇലുള്ള തൃപ്തി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പറഞ്ഞു കേട്ടോ, ലൈൻ ശകർതും ലഅസീദന്നകും. അള്ളാഹു തീരുമാനിച്ച കാര്യത്തിൽ അള്ളാഹ്ക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പറഞ്ഞോ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഏതവസ്ഥയിലും അള്ളാഹ്ക്ക് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും. ഇത് സ്വർഗത്തിലേക്കുള്ള ട്രെയിനിങ് ആണ്, അറിയോ? സ്വർഗവാസികൾ പരസ്പരം കാണുമ്പോൾ എന്താ പറയുന്നത്? വാഖിറു ദഅവാഹും, അവർക്കൊന്നും പറയാനറിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടിയിരിക്കെ അവർക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. അവർക്കൊരു അൽഹംദുലില്ലാ എന്ന് പറയാനറിയാം. അറിയോ, അവരുടെ നാവിൽ നിന്ന് പൊന്തി വരുന്നത് അൽഹംദുലില്ലാ. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്വർഗം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതവസ്ഥയിലും, ഏത് ദുരിതാവസ്ഥയിലും, പരീക്ഷണാവസ്ഥയിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആയത്തുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അവസരമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിശുദ്ധ ഖുർആനിൽ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു സ്വാലിമൂൻ. നീ വിചാരിച്ചു പോകേണ്ട, അക്രമികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണ്. മറ്റോരെന്നെ ജയിക്കുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ മിഷനിൽ എന്തോ കൃത്രിമം കാട്ടിയത് അത് പിന്നെ അല്ലാഹു അറിഞ്ഞില്ല എന്നാണ്. ആണോ? എല്ലാം വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു സ്വാലിമൂൻ. അക്രമികൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനാണെന്ന് വിചാരിക്കണ്ട. വീണ്ടും ചോദിക്കുകയാണ്, അം ഹസിബല്ലദീന യഅമലൂന അസ്സയ്യിആതി അൻ തസ്ബിഖൂന. സൂറത്തുൽ റൂമിന്റെ തുടക്കമാണത്. തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിച്ചു പോയോ നമ്മളെ അവർ മറികടക്കാമെന്ന്? അതായത് അള്ളാഹുവിനെ മറികടക്കുമെന്ന് വല്ലതും ചെയ്യാമെന്ന് അവർ വിചാരിച്ചോ? എത്ര മോശമായ വിധികൽപ്പനയാണത്! എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു അഹ്കമുൽ ഹാക്കിമീനാണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, അല്ലേ? ബലാ വഅന ദാലിക മിനശ് ഷാഹിദീൻ. തീർച്ചയായും അതെ, ഞാനതിന് സാക്ഷിയാണ്. സാക്ഷിയാണോ? അള്ളാഹുവിന്റെ തീരുമാനത്തിന് സാക്ഷിയാണോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. لا يغرنك تقلب الذين كفروا في البلاد متاع قليل ثم مأواهم جهنم وبئس المهاد. നബിയേ, സത്യനിഷേധികൾ നാട്ടിലെങ്ങും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് താങ്കൾ വഞ്ചിക്കപ്പെട്ടു പോകണ്ട. മഹാഭൂരിപക്ഷം അവർക്കാണല്ലോ, സാമ്പത്തിക ശേഷി അവർക്കാണല്ലോ, കുറെ ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ അവരുടെ ഭാഗത്താണല്ലോ എന്നൊന്നും കണ്ട് താങ്കൾ ചതിക്കപ്പെടരുത്. കേട്ടില്ലേ? വലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ. മതാഉൻ ഖലീൽ, വളരെ ചെറിയ വിഭവം മാത്രമാണിത്. ചെറിയ വിഭവമാണ്. ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പമോ. ഒരു ഈച്ചയുടെ ചിറകിന്റെ വിലയെങ്ങാനും അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു കാഫിറിന് അല്ലാഹുവിനെ നിഷേധിച്ചിട്ട് അല്ലാഹുവിന്റെ വീട്ടിൽ താമസിക്കുന്നവന് ഒരു ഇറക്ക് വെള്ളം പോലും കൊടുക്കില്ലായിരുന്നു. ഇതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഈ ആയത്തുകളൊക്കെ നമുക്ക് വരണം. അല്ലാഹു ബസീറാണ്, അല്ലാഹു ഖബീറാണ്, പടച്ചതമ്പുരാൻ മുദബ്ബിറാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഖൗഫ് കൊണ്ട് പരീക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? വലനബ്ലുവന്നകും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? ഖൗഫ് കൊണ്ട്, ഭയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മുഅ്മിനീങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് പറയാനുള്ളത് അല്ലാഹുവാണ്. ശക്തിമത്തായ പാശമാണ് അവർ പുറകെ പിടിച്ചിരിക്കുന്നത്. ഇന്നാലില്ല, ഞങ്ങൾ അള്ളാന്റെ ആളാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി എവിടത്തേക്കാ പോകുന്നത്? അള്ളാന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അള്ളാഹുവിന്റെ ഭൂമിയുമാണ്. എല്ലാവരും പറഞ്ഞോ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി. എല്ലാ വ്യക്തികൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു ആപത്ത്. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി. വല്ല മുസീബത്തും ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. അവർക്കാണ് അല്ലാഹുവിന്റെ സ്വലവാത്ത്, അല്ലാഹുവിന്റെ അംഗീകാരം, അല്ലാഹുവിന്റെ ഔദാര്യം, അല്ലാഹുവിന്റെ കാരുണ്യം. അവരാണ് മുഹ്തദീകൾ എന്ന് പറഞ്ഞില്ലേ? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്? അവരാണ് മുഹ്തദീകൾ. ഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, വല്ല മുസീബത്തും പെടഞ്ഞാൽ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബത്തി. അല്ലാഹുവേ, എന്റെ ഈ വിപത്തിന് എനിക്ക് നീ പ്രതിഫലം നൽകണം. ഇത് പ്രയത്നിച്ചു സഹിച്ചതിന്റെ പേരിൽ, നേരിട്ടതിന്റെ പേരിൽ
വഖ്ലിഫ്നി ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ ഖൈറായ ഒരു പകരം എനിക്ക് നൽകണം എന്ന് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഖൈർ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകിയിട്ടല്ലാതെ ഇല്ല. ഭയം തോന്നുമ്പോ നമുക്ക് പറയാനുള്ള ഒരു ആയത്താണ് വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. ഞാൻ എന്റെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭീഷണിയായിട്ട് ശത്രുക്കൾ വന്നു, അല്ലേ? തട്ടിക്കളയുമെന്ന് പറഞ്ഞു, പലതരത്തിൽ ഇൻസൾട്ട് ചെയ്തു. അവരോടൊക്കെ പറയാനുണ്ടായിരുന്നത് എന്താണ്? ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്തിരിക്കുകയാണ്, എന്റെ കാര്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. പറയണം നമ്മള് വഉഫവ്വിദു അംരി ഇലല്ലാഹ്. വഴിമുട്ടുന്ന സമയത്ത്, വഴി കാണാത്ത സമയത്ത്, പ്രതിസന്ധികളാൽ മൂടപ്പെടുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ചൊരിയപ്പെടുന്ന ഒരു ഭാഗമാണ്, പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശകലമാണ് വഉഫവ്വിദു അംരി ഇലല്ലാഹ്. എന്റെ കാര്യം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. ഓരോരുത്തരും തന്റെ ഇബാദകൾ എന്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ് അല്ലാഹു. അപ്പോഴാണ് സ്ഥൈര്യം ഉണ്ടാകുന്നത്. നമ്മൾ ദുആ ചെയ്യണം അല്ലാഹുവിനോട്, വലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവരെ ഞങ്ങളുടെ അധികാരത്തിൽ കൊണ്ടുവരരുതേ റബ്ബേ, അധികാരികളായിട്ട് ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് ആശയം. ഇൻഷാ അല്ലാഹ് അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പരിശുദ്ധ റമദാനിന്റെ 2 ഭാഗവും കഴിഞ്ഞു. ലൈലത്തുൽ ഖദ്ർ ഏറ്റവും പ്രതീക്ഷയുള്ള രാവുകളാണ് ഇനിയുള്ള രാവുകൾ. അതുകൊണ്ട് നാം പ്രതീക്ഷയോടുകൂടി ലൈലത്തുൽ ഖദ്ർ, അതൊക്കെ മഹാഭാഗ്യമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹാഭാഗ്യം. നമ്മുടെ നിയ്യത്ത് കൊണ്ട് തീർച്ചയായും ആ ലൈലത്തുൽ ഖദ്ർ ലികുല്ലി ഇംറിഇൻ മാ നവാ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്തുകൊണ്ട് നാം കാത്തിരിക്കുക. ഇനിയുള്ള എല്ലാ രാത്രിയും കൂടുതലായി ദിക്ർ കൊണ്ടും ഖുർആൻ കൊണ്ടും സലാത്ത് കൊണ്ടും സജീവമാക്കുക. നമ്മൾ ഇരിക്കുന്ന ആളുകൾ അതിന് തയ്യാറെടുപ്പുകൾ നടത്തുക. ഇനിയുള്ള കാല ജീവിതത്തിൽ അതിശക്തമായ ഈമാനും യഖീനും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ആ ഊർജം ഈ അവസാനത്തെ 10 നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു മടക്കം അനിവാര്യമാണ്. ഇബാദത്തുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുക, ഇബാദത്തുകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുക, സമാധാനത്തിന്റെ വാക്താക്കളായി തീരുക. നമ്മുടെ സ്വന്തത്തിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ വീട്ടിൽ നിന്നത് ആരംഭിക്കണം. സൽസ്വഭാവത്തിന് ഉയർന്ന സ്ഥാനമാണ് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. തിന്മയെ ഒട്ടുമേ ഭയക്കാതെ തിന്മക്കെതിരിൽ ശബ്ദിക്കുന്നവരായി തീരുക. അല്ലാഹുവിന്റെ എല്ലാ കാര്യങ്ങളും തവക്കുൽ ചെയ്യാനും മാത്രം കഴിയുന്ന ഈമാനും യഖീനും നമ്മൾ സ്വായത്തമാക്കുക. നന്മകളിൽ നമ്മൾ സഹകരിക്കുക, നന്മയുടെ വാഹകരായി തീരുക. ലിതകൂനു ശുഹദാ അലന്നാസ് എന്നല്ലേ പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ. ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം, മൊത്തം ജനങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാകണം എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, നിന്നെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ എന്ന് ദുആ ചെയ്യണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ വിലയിരുത്തണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നപ്പോ രാവിലെ 8:30 മുതൽ വൈകുന്നേരം വരെ കണ്ണിമ വെട്ടാതെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഇടതുഭാഗത്ത് സംസ്ഥാനത്തിന്റെ റിസൾട്ട്, വലതുഭാഗത്ത് കേന്ദ്രത്തിന്റെ റിസൾട്ട്. ഓരോ ബൂത്തും എണ്ണിപ്പിടിക്കുമ്പോ ഓരോ സീറ്റിലും ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ സമയത്ത് നമ്മുടെ വികാരം? ഓരോരുത്തരുടെയും വികാരം എന്തായിരുന്നു? വല്ലാഹി ഞാൻ ആ സമയത്ത് ചിന്തിച്ചത്, വയൗമൽ ഖിയാമത്തി വല്ലാഹി കിതാബൻ യൽഖാഹു മൻശൂറ നുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ.
ഖിയാമത്ത് നാളിൽ നമ്മുടെ റിസൾട്ട് അങ്ങനെ തന്നെ ഒരു സ്ക്രീനിൽ വരും. ഇടതുഭാഗത്തും വലതുഭാഗത്തും നമ്മുടെ നന്മകൾ. ആ നന്മകൾ വരുമ്പോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷേ വഹു അസ്റഉൽ ഹാസിബീൻ, ഇതുപോലത്തെ സമയതാമസമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു പെട്ടെന്ന് വിചാരണ നടത്തുന്നവനാണ്. നമ്മുടെ തിന്മകൾ ഇടതുഭാഗത്തും നന്മകൾ വലതുഭാഗത്തും നമ്മുടെ സ്ക്രീനിൽ. അള്ളാഹു പറയില്ലേ, അള്ളാഹു പറഞ്ഞ സത്യമല്ലേ അത്? ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ വായിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയില്ലേ. ആ കിതാബിൽ നമുക്ക് ഒരുപാട് എഴുതി ചേർക്കാനുണ്ട്. അതിനുള്ള നല്ല അവസരമാണ് പരിശുദ്ധ റമദാൻ. നമുക്ക് ഹിസാബ് നടത്താനുള്ള, വിചാരണ നടത്താനുള്ള നല്ലൊരു അവസരമാണ് ഈ ഇനിയുള്ള ദിനരാത്രികൾ. അതുകൊണ്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകരുത്. ഇനിയുള്ള രാത്രികൾ നമ്മൾ ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി മർജിഉകും ജമീഅ, നന്മയിലേക്ക് നമ്മൾ മത്സരിക്കണം. അല്ലാഹുവിലേക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.